ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 5:30 5:45 ആയിട്ടുണ്ട് രാവിലെ വെളുപ്പിനെ. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകണം. എന്താണ് ആനുവൽ ഡേ സെലിബ്രേഷൻ നാളെയാണ്. അപ്പം 2 ദിവസം കൂടെ വർക്കിംഗ് ഡേ ഉണ്ട്. അപ്പം പിന്നെ ക്ലാസ്സൊന്നും ഇല്ല, ജസ്റ്റ് പ്രാക്ടീസ് മാത്രം. അപ്പം പിന്നെ മോൾക്കാണെങ്കിൽ പ്രാക്ടീസും ഒന്നും ഇല്ല, പരിപാടിക്കൊന്നും ചേരാത്തതുകൊണ്ടും എന്നിട്ട് പോലും അവർക്ക് പോയിരുന്ന് പ്രാക്ടീസ് കാണണം എന്നുള്ളൊരു താല്പര്യത്തിൽ രാവിലെ തയ്യാറെടുക്കുവാണ്. പിന്നെ മോന് ക്ലാസ്സുണ്ട്, മോൻ 10ലായതുകൊണ്ട് മോൻ എന്തായാലും ക്ലാസ് കാണും. അപ്പം രാവിലെ 2 പേർക്കും സ്കൂളിൽ പോകണം, തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ ഞാനെന്താണ് ഒരു ദിവസം ചൂര കിട്ടിയായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ അരപ്പ് പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് രാവിലെ എടുത്ത് പൊരിക്കാമെന്ന് കരുതി. ഇപ്പോൾ രാവിലെ എടുത്ത് വെച്ചപ്പോഴത്തേക്കിന് ഐസ് മാറിയിട്ടേ ഇല്ല. ഞാനെന്നാൽ കുറേ നേരം ചൂടത്ത് വെച്ചിരുന്നു, അടുപ്പിൻ്റെ ചൂട്ട് വെച്ചിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഐസ് കട്ട പോലെ ഇരിക്കുക കേട്ടോ. ഞാൻ പിന്നെ വരച്ചാലും ഒടിച്ചൊക്കെ എടുത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചൂരക്കറി ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ച് വെച്ചേക്കുന്നത് അത് നല്ല ഉപ്പും പുളിയും പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, ചൂര മുളക് കറി. അപ്പോൾ അതും കൊടുക്കാം. രാവിലെ അപ്പത്തിൻ്റെ മാവെല്ലാം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കലക്കി അത് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ അപ്പച്ചട്ടിയിൽ ഒഴിച്ചൊന്ന് ചുട്ടെടുക്കുവാണ്, റൗണ്ട് അടിച്ച് നടക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പലഹാരം അപ്പം, പിന്നെ കറി ചൂരക്കറി വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ ഇറച്ചിക്കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും അപ്പോൾ ആയിട്ട് രാവിലെ പിള്ളേർക്കും ഒക്കെ കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. അപ്പം അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് തിരിച്ചും മനസ്സിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ. അപ്പോൾ ഈ ഫ്രൈ പാനിൻ്റെ കോട്ടിങ് എല്ലാം പോയിരിക്കും കേട്ടോ. ഞാനിവിടെ വന്ന കാലം മുതൽ ഈ ഫ്രൈ പാൻ ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഫുൾ കോട്ടിങ്ങും പോയിരിക്കുവാണ്. എന്നാലും ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ രാവിലെ വെള്ളം കയറുമെന്ന്. 3-4 ദിവസം കൊണ്ട് രാവിലെ വെള്ളം തോടിങ്ങനെ ചുറ്റോടും തോടാണ്. അപ്പം വെള്ളം ശരിക്കും കയറും. അപ്പം നമ്മുടെ ചുറ്റോടുള്ള പുരയുടെ മിക്ക ആൾക്കാരും തോടെല്ലാം നികത്തി പുരയിടമാക്കിയത് കൊണ്ട് നമുക്കാണ് വീട്ടിൻ്റെ പണി കിട്ടിക്കിടക്കുന്നത്. അപ്പം നമ്മുടെ തോട് എല്ലാം കൂടെ നിറഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തോട്ടാണ് ഈ വെള്ളം എല്ലാം കൂടെ ഒഴുകി വരുന്നത്. അപ്പം അത് കാരണം എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തൂക്കാൻ പറ്റാതൊക്കെ ഈ ഇലച്ചിലുമായിട്ടങ്ങ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഞാനിത് തൂത്ത് വൃത്തിയാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. വെള്ളം കയറാത്തതുകൊണ്ട്, വെള്ളം കയറാത്തതുകൊണ്ട്, അല്ലെങ്കിൽ രാവിലെ തൂക്കാൻ പറ്റില്ല. പിന്നെ രാത്രിയിലാകുമ്പോൾ എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് തൂത്ത് കഴിയുമ്പോൾ പിന്നെ ശ്വാസം മുട്ടലും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ വൈകുന്നേരവും തൂക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ എനിക്ക് വെള്ളം കയറാത്തത് കൊണ്ട് നല്ല സൂപ്പറായിട്ട് തൂത്ത് വൃത്തിയാക്കി ഇടാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്ത് രസമാണ് മുറ്റമൊക്കെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി കിടക്കുന്നത് കാണാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ തിളപ്പിച്ച് 2ാമത്തെ തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിലോട്ട്. പിന്നെ അത് അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സോയാ സോസും ടൊമാറ്റോ കച്ചപ്പും വേണമെന്ന്. അപ്പോൾ അത് ചെറിയ പാക്കറ്റിൽ അവർ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ മീൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലോട്ട് ആക്കുവാണ്. കിറ്റിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ടും ഐസ് പോയിട്ടില്ല, ഐസ് കട്ട പോലെ ഇരിപ്പുണ്ട്. പിന്നെ രാവിലെ കഴിച്ച പാത്രങ്ങളെല്ലാം നിരന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻഷാ അള്ളാ ഒന്ന് കഴുകിയെല്ലാം വൃത്തിയാക്കി വെക്കണം. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് നമ്മൾ രാവിലെ ഒരു 5-5:30 5:45 ആകുമ്പോൾ എണ്ണീച്ചിട്ട് ആ ടൈം മുതൽ നമ്മളൊരു 10 മണി 10:30 വരെ നമ്മൾ ജോലി ചെയ്യും. ഒരു 10 മണി വരെ ജോലി ചെയ്യും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ 10 മണി വരെ നമുക്ക് ജോലിയാണ്. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വെറും വയറ്റിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യും. ഒരു കട്ടൻ ചായ മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ അതും കുടിച്ചുകൊണ്ട് നിന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞൊരു 10 മണിയാകുമ്പോൾ നമ്മൾ ഫുഡ് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് നമ്മുടെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ ഒരു 1/4 മണിക്കൂറോളം ക്ഷീണവും അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് തിന്ന പാത്രം പോലും നമുക്ക് കഴുകി വെക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാകത്തില്ല. പിന്നെ അതെല്ലാം സിങ്കിൽ നനച്ച് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ടായിരിക്കും ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുന്നത്. അപ്പോൾ അതാണ് മുമ്പേ കണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മത്തിയെല്ലാം വെട്ടിയെല്ലാം എടുത്ത് 1/2 കിലോ മത്തി ഉണ്ടായിരുന്നത് മൊത്തം ഞാൻ വെട്ടിയെടുത്തു.
പിന്നെ അത് ഫ്രിഡ്ജ് വെച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഐസ് മാറാൻ വേണ്ടി 2 മണിക്കൂറോളം വെളിയിൽ വെച്ചിരുന്നതല്ലേ. അപ്പോൾ അതിന് പിന്നെ അങ്ങ് വെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അത് വെട്ടി വെച്ചിട്ട് പിന്നെ ഇവിടുത്തെ പാപ്പായ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എരിവ് കൂട്ടാൻ വലിയ പ്രയാസമാണ്. ഈ മരുന്നെല്ലാം കൂടെ കഴിച്ചിട്ട് വായുടെ തൊലിയെല്ലാം പോയിട്ട് എരിവ് തൊടാൻ പറ്റത്തില്ല, ഭയങ്കര നീറ്റലാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഈ എന്താണ് ഒഴിച്ചുകറി പോലെ മത്തിയൊക്കെ ഇട്ട് ഒഴിച്ചുകറി പോലെ എരിവില്ലാതെ വെച്ച് തരാം, കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ ദാണ്ടെ പണ്ട് എൻ്റെ ഉമ്മയുടെ വാപ്പുമ്മയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കറി ഉണ്ടാക്കി കൊടുക്കും. അതിന് ഞങ്ങൾ അന്ന് പറയുന്നത് ഉമ്മിക്കറിയാണ്. അപ്പം ഉമ്മിക്കറി ഇപ്പം ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഞങ്ങൾക്ക് ഈ എരിവില്ലാത്ത കറികളൊക്കെയാണല്ലോ പിള്ളേർക്ക് ഇഷ്ടം. അപ്പം നമ്മൾ പറയും ഉമ്മിക്കറി ഇതാന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒഴിച്ചുകറിക്കകത്ത് മീനിട്ട കറിയാണ് കൊണ്ട് തരുന്നത്. അപ്പം എന്നാൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതാണ്ട് മത്തി എല്ലാം വെട്ടി ഞാൻ അരപ്പ് കലക്കി എല്ലാം വെച്ചു. ജസ്റ്റ് തേങ്ങാപ്പീരയും എന്താണ് പിന്നെ കൊച്ചുള്ളിയും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് അരയ്ക്കുക, നന്നായിട്ട് അരയ്ക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്. ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടി വേണം. അരച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് തക്കാളി വേണമെങ്കിൽ ഇടാം. ഞാൻ തക്കാളി ഇട്ടില്ല, വടക്കംപുളിയും മാങ്ങായും ഇട്ട് അങ്ങോട്ട് ഉപ്പും ഇട്ട് മീനും ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു. പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എരിവൊന്നും ഇല്ലെങ്കിൽ രുചി ഉണ്ടായിരുന്നു, ഒഴിച്ചേറി പോലെ കൂട്ടാം മീനൊക്കെ ആയിട്ട്. പിന്നെ ബാക്കിയിരുന്ന മീൻ ഞാൻ ദാണ്ടെ അതിനകത്ത് കുറച്ചെടുത്ത് ഞാൻ പൊരിച്ചു. 2 ഷിഫ്റ്റായിട്ട് ഞാൻ പൊരിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി അച്ചിങ്ങാപ്പയറെടുത്ത് മെഴുക്ക് വരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ ഇപ്പം മീൻകറിയൊക്കെ നാളത്തേക്കുണ്ട്, അതൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഉച്ച തിരിഞ്ഞാണ് സ്കൂളിൽ പോകുന്നത് സെലിബ്രേഷന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇൻഷാല്ലാ വീഡിയോ ഇടാം. പിന്നെ എനിക്ക് കുറച്ച് തയ്യലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തിങ്കളാഴ്ചത്തേക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് തുണിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നുകൊണ്ട് പിന്നെ ബാലൻസ് പിന്നെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ചുരിദാർ തയ്ക്കലും ഒക്കെ ആയിട്ട് അങ്ങ് ഇരുന്ന് പോയി. എന്നിട്ടും കംപ്ലീറ്റ് ആയില്ല, ചുരിദാറൊന്നും തയ്ച്ച് തീർന്നില്ല. ബാക്കി ഇൻഷാല്ലാ നാളെ തയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതാണ്ട് അച്ചിങ്ങാപ്പയറിന് ഞാൻ ഇത് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, അത് കുറച്ച് നീളമുള്ള പച്ചമുളക്, വലിയ ഉണ്ട സൈസ് പച്ചമുളകാകുമ്പോൾ നല്ല എരിവാണ്. അതും ഉണ്ട്, പക്ഷേ അതിന് മുമ്പ് ഞാൻ പച്ചക്കറിക്കാരൻ്റെ നിന്ന് വാങ്ങിച്ച ഈ നീളമുള്ള പച്ചമുളക് അതിനൊരു തുള്ളി എരിവില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് വേസ്റ്റാക്കി കളയണ്ട, അത് ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടേക്കാമെന്ന് വിചാരിച്ച് അതും അരിഞ്ഞിട്ട് ദാണ്ടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടുന്നുണ്ട്. അപ്പോൾ അച്ചിങ്ങ ഒരു വെറൈറ്റി രീതിയിൽ മെഴുക്ക് വരട്ടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പണ്ട് ഞാൻ മെഴുക്ക് വരട്ടുന്ന രീതിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയൊക്കെ ഇട്ട് വെള്ളവും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നത്, വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഒരു ഇച്ചിരി ഗ്രേവിയൊക്കെ അതിനകത്താക്കി എടുക്കാം. അച്ചിങ്ങയ്ക്കകത്ത് ഇച്ചിരി കൂടെയൊക്കെ വെള്ളം നീട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ ഗ്രേവിയൊക്കെ ആയിട്ട് എടുത്താൽ നല്ല ടേസ്റ്റാണ്. പണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പം കുറേ നാളുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാൻ നമുക്കൊരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇനിയും അങ്ങോട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണും വരെയും ബൈ.